നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന നല്ല മാർക്ക് വാങ്ങുന്ന നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പഠിപ്പിസ്റ്റുകൾ ഉണ്ടല്ലോ, ഇവർ അവസാനം എത്തിച്ചേരുന്നത് ഒരു മിസറബിൾ ലൈഫിലാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന സംഭവമാണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഐക്യു ഉള്ള ആൾക്കാർ, സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങുന്ന ആൾക്കാർ, ഒരുപാട് നോളജ് ഉള്ള അറിവുള്ള ആൾക്കാർ എന്നൊക്കെ. ഈ അറ്റ് ഫസ്റ്റ് നമ്മൾ സ്കൂൾ പോകുന്നു, പിന്നെ കോളേജ് പോകുന്നു, പിന്നെ നല്ല ജോലി കിട്ടുന്നു, ഇങ്ങനത്തെ വഴിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഇറ്റ് വർക്ക്സ്. പക്ഷെ പിന്നീടാണ് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. ഈ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല പഠിച്ച് കഷ്ടപ്പെട്ട് നല്ലൊരു ജോലിയൊക്കെ കിട്ടും. ദെൻ ദേ ലിവ് ദ റെസ്റ്റ് ഓഫ് ദെയർ ലൈഫ് ദ നെക്സ്റ്റ് 30 or 40 years ഡൂയിങ് ദ സെയിം തിങ് എവറി ഡേ. ഓൾക്ക് പൈസ ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല, അതുപോലെ തന്നെ ഓൾക്ക് ഫുഡും വീടും കാറും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ദേ ജസ്റ്റ് ലിവ് ആൻ അൺഫുൾഫിൽഡ് ലൈഫ്. ശരിക്കും ഓൾക്ക് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഓല് ഈ ആൾക്കാരുടെ ഇടയിൽ റെസ്പെക്ട് കിട്ടുന്ന ലൈഫിന് പകരം ഓൾക്ക് നല്ലൊരു ലൈഫല്ലേ ഓല് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. നവൽ രവികാന്ത് ഇതിനെ കുറിച്ചൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ദ ഓൺലി ട്രൂ ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഈസ് ഇഫ് യു ഗെറ്റ് വാട്ട് യു വാണ്ട് ഔട്ട് ഓഫ് ലൈഫ്. നിങ്ങളെ പാരൻസിന് വേണ്ട എന്താണെന്നോ, സൊസൈറ്റിക്ക് വേണ്ട എന്താണെന്നോ, അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ എന്താണോ നല്ല വില ഉണ്ടാവുക, അതല്ല. വാട്ട് യു ആക്ച്വലി വാണ്ട് ഔട്ട് ഓഫ് ലൈഫ്. ആ ഒരു ഡെഫിനേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്ന ഒട്ടുമിക്ക ടോപ്പേഴ്സും നമ്മൾ സ്മാർട്ടായി കണ്ടിരുന്ന ആൾക്കാരും അവിടെ ഫെയിലായി. കാരണം ഓലെ ആരും പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഓല് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. രണ്ട് കാര്യങ്ങൾ. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് വാട്ട് യു വാണ്ട് ഔട്ട് ഓഫ് ലൈഫ്, ഫസ്റ്റ് രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ആക്ച്വലി എന്താണ് നമ്മളെ ലൈഫിൽ നമുക്ക് വേണ്ടതെന്നുള്ള നമ്മൾ അറിയണം. രണ്ടാമത്തത്, ഹൗ ടു ഗെറ്റ് ഇറ്റ്, അതും നമ്മൾ അറിയണം. എ റെസ്പെക്റ്റഡ് ലൈഫ് ക്യാൻ സ്റ്റിൽ ബി എ വേസ്റ്റഡ് വൺ.